നോമ്പ് 3-ാം ചൊവ്വ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ശരീരത്തെ കൊല്ലാൻ കഴിയുന്നവനെയല്ല, ആത്മാവിനെ കൊല്ലാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ. ശരീരം ലോകവുമായി ഒട്ടി നിൽക്കുന്നു, ആത്മാവാകട്ടെ സ്വർഗവുമായും. ഈ ദൈവിക സത്യത്തെ തിരിച്ചറിയാൻ എപ്പോഴും സാത്താൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ ആദ്യം മാതാപിതാക്കളെയാണ് കെണിയിൽപ്പെടുത്തിയത്. അത് നിർബാധം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. വെളിപാട് പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു, അവനോടുകൂടി അവൻ്റെ ദൂതന്മാരും. അന്നു മുതൽ ഇന്ന് വരെ മനുഷ്യൻ അവൻ്റെ ഇരയാണ്. ഒരു നിമിഷത്തെ അശ്രദ്ധ മതി അവൻ നമ്മിൽ കടന്നു കയറി ദൈവത്തിൻ്റെ ആത്മാവിനെ കീഴ്പ്പെടുത്താൻ. എവിടെ അവൻ്റെ സ്വാധീനവും ഇടപെടലുമുണ്ടോ അവിടെ നിന്ന് ഓടിയകലുക. പക്ഷേ ഇത് സ്വന്തം ശരീരത്തെ രക്ഷിക്കാനല്ല, ചെല്ലുന്നിടം മുഴുവൻ വചനം വിതച്ച് വിശുദ്ധീകരിക്കാനാണ്. ഒരുവൻ സുവിശേഷത്തിൽ പക്വത പ്രാപിക്കുന്നതുവരെ അല്പം ഒരുങ്ങി നിന്ന് പിന്നീട് ആരെയും ഭയപ്പെടാതെ പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കേണ്ട കാലം വരുമെന്ന് യേശു. അപ്പോൾ ഗുരുവിനെ പോലെ സുവിശേഷത്തിനു വേണ്ടി സ്വന്തം ജീവൻ പോലും ത്യജിക്കാൻ നാം തയ്യാറാകണം. 2 തരം ജീവനുണ്ട്. ഈ ലോകത്തോടെ അവസാനിക്കുന്ന ജീവനും ഒരിക്കലും അവസാനിക്കാത്ത ജീവനും. ഈ അർത്ഥത്തിലാണ് ശരീരത്തെയും ആത്മാവിനെയും ജീവനെയും കുറിച്ച് യേശു പ്രതിപാദിക്കുന്നത്. ശരീരത്തെ സുരക്ഷിതമാക്കാൻ തൃപ്തപ്പെടുമ്പോൾ ആത്മാവിൻ്റെ ജീവൻ അപകടത്തിലാകുന്നു. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. യേശുവിനെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. അതുകൊണ്ട് ശരീരത്തെയും ആത്മാവിനെയും കൊല്ലുന്നവനെ ഭയപ്പെടുവിൻ.